வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம் அப்படின்னா, நம்ம இன் ஹரிஹர நகர் அப்படின்னு சொல்லிட்டு பார்த்துருந்தோம். அதில் செகண்ட் பார்ட் தான் இப்போ பார்க்க போறோம். சேம் அதே கேஸ்ட் தான், மெயின் 4 பேர் இருக்காங்க. பட் அடிஷனலா இதுல வந்து ராயலட்சுமியும் சலீம் குமார் இருக்காங்க. எனக்கு சலீம் குமார் வந்து ஒன் ஆஃப் த ஃபேவரட் அண்ட் ஆல்சோ ராயலட்சுமி. லட்சுமி ராய், ராயலட்சுமி. ஸோ இன்னைக்கு வந்து அதோட செகண்ட் பார்ட் தான் பார்க்க போறோம். ஃபர்ஸ்ட் பார்ட் வந்து மோர் அபவுட் காமெடி த்ரில்லர். செகண்ட் பார்ட் வந்து என்ன மாதிரியான படம்னா, நாஸ்டால்ஜிக் காமெடின்னு போட்டிருக்கு. ஸோ வி ஆர் நாட் ஷூர். அந்த மாதிரி ஒரு ஜான்ராவை நான் கேள்விப்பட்டதில்ல. நாஸ்டால்ஜிக்னா பழசெல்லாம் நினைச்சு அது சும்மா ஒரு கமெண்ட்ரிக்காக சொல்றாங்க நாஸ்டால்ஜின்னு. சரி, ரைட். என்னன்னு தெரியல. படம் பார்ப்போம், பார்த்துட்டு டிஸ்கஷன் வச்சுக்கலாம். போயிடலாமா? அட பாவி, எங்க வந்து என்ன வேலை பண்ணிட்டு இருக்காங்க? சர்ச் தானே, ஸ்கூலா? தெரியலையே. നിരാശപ്പെടണ്ട, ഇനിയും വെക്കാം. നിനക്ക് 10 വെച്ചാൽ 20, 20 വെച്ചാൽ 40. നിരാശപ്പെടണ്ട, ഇനിയും വെക്കാം, ഇനിയും വെക്കാം. குழந்தைகளுக்கு கேம்பிளிங் தான் சொல்லி தரக்கூடாது. ഈശോയെ കാത്തോളണേ. இங்க ஓடுறப்பல ஞாபகம் தான். കാശൊക്കെ പോയില്ലേ? ഫീസ് അടക്കാൻ ഞാനാരാ? നിന്റെ തന്നേ. വാങ്ങിക്ക്. ആരെ ഐലവിന്ന് വെച്ചാ വാങ്ങിക്ക്. നിങ്ങൾ പോയി ആ പ്രശ്നം തീർക്കും, ഞാൻ ഈ പ്രശ്നം തീർക്കാം. நல்லடி தடி போறாம பண்டைய. அவர் என்னடா பாவம் பண்ணா, அவனுக்கே கழட்டி கழட்டி விளையாடுறீங்க. എത്ര രൂപ കൊടുത്തു? ഇതൊരു എക്സ്ട്രാ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, പിടി. ഒരു പണിക്കാശിരിക്കട്ടെ. തോമസ് ഫിലിപ്പ്, തോമസ് കുട്ടി. ഞാൻ ഗോവിന്ദൻകുട്ടി. ஓ, அவங்களோட சைல்ட்ஹுட் ஸ்டோரியா காட்டுறாங்க இத. പക്ഷേ കളസത്തിരിക്കാരെല്ലാരും വിളിക്കാറ്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ത്രിമൂർത്തികൾ അറിയപ്പെടുന്നത്. നീ ഞങ്ങളുടെ ക്ലബിൽ ചേരുന്നോ? അപ്പൊ ഇനി ക്ലബിന്റെ പേര് മാറ്റണം. ത്രിമൂർത്തികൾ വേണ്ട, ഫോർമൂർത്തികൾ മതി. ഇന്ന് മുതൽ നമ്മൾ ഒന്നാ. എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ച് നിൽക്കണം. ഒന്നിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഓക്കെ? എന്നാ കോടികൾ பின்னாடி வேற ஜீசஸ் வச்சு போட்டு. ஐயோ, வந்துட்டு ஓடிக்கடா தாமஸ் குட்டி, அதான் சொல்லுவாரு. விட்டோ விட்டோ തോമസ് കുട്ടി விட்டடிக்கடா. அதாவது பார்ட் 2 வந்த சீசன். ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി ലീഡിംഗ് ബിൽഡറാണ് കൂടിയ. ഇത് ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ പാർവതി. വിവാഹം കഴിഞ്ഞ് കുറച്ചായെങ്കിലും തൽക്കാലം കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇനിയും പ്രേമിച്ച് തീർന്നിട്ടില്ലെന്ന ഗോവിന്ദൻകുട്ടി പറയുന്നത്. ഹരിഹർ നഗറില് നമ്മുടെ വില്ലേജ് അവിടെ ഊര് പോറാங்க നാശമാക്കിയിട്ടൊക്കെ ആയിരിക്കും. ഇന്നിവിടെ ചെന്നിട്ട് വേണം അവന്മാർ എത്തുന്നതിന് മുമ്പ് അവിടെ ഞാൻ പോകുന്നില്ല. 10 ദിവസമൊക്കെ നിന്നെ കാണാതിരുന്ന ഞാൻ എന്നാലും ഇത്രയൊക്കെ ദിവസം അയ്യോ അത് വേണ്ട, ക്യാൻസൽ ചെയ്യാൻ പറ്റേ. അത് പോയില്ലെങ്കിലും ശരിയാവില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരത്തില്. പിന്നെ നമ്മുടെ കൊച്ചിയിൽ ഓഫീസ് പറഞ്ഞിട്ട് എനിക്ക് പോകാനും പറ്റിയിട്ടില്ല. നിനക്ക് ലീവ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാരണം നീ ലീവ് എടുത്ത് ഇനിയിപ്പോ അത് ബുദ്ധിമുട്ടാവണ്ട. கோவிந்தன்குட்டி கோகோ நல்லா இருக்கே. பிளேசர் நல்லா இருக்கு. നമുക്ക് ഈവനിങ് ഫ്ലൈറ്റിന് പോവാം. ഓക്കെ. உருட்டு உருட்டுன்னு உருட்டுறாருன்னு தெரிஞ்சும்
ஏன் பொண்ணு நான் ஊருக்கு போறேன் அங்க போய் கத்து போறாரு பாருங்க. அங்க ஒரு கதவை திறக்க போறாங்க. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലേ. സമയം പോയല്ലേ. ഇനി 10 ദിവസം കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാ பாம்பின் கால் பாம்பிருக்கு. இது என்ன இது? എയർപോർട്ട്. ഏയ് ജഗദീഷ്. അതാണ്. അപ്പുക്കുട്ടൻ ബോംബെയിൽ സെറ്റിൽഡാണ്. ഓ. ഭാര്യ ജാനകി ഒരു വെടിക്ക് 2 പക്ഷികൾ ബോംബെ. എന്ന പോലെ 2 ഇരട്ട കുട്ടികൾ. പക്ഷെ കുറച്ചുകൂടി അടുത്തിയെന്ന് നോക്കിയാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും ആളൊരു പോലീസാ. സോറി, ഡെന്റിസ്റ്റ്. பாம்பேல தானே ஆண்ட்ரியூஸோட ஃபேமிலி, சேது மாதவனோட தங்கச்சி. നീ അവനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. എടി യവന്മാരുടെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോവല്ലേ. ഇനി പ്രോഗ്രസ് அவருக்கு பல புடுங்கினாங்களே ஃபர்ஸ்ட் பார்க்கல. ചെയ്യേണ്ട ജോലിയാണ്. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. ഫസ്റ്റ് ബോട്ടിൽ പോയിട്ട് കട കിടച്ചിട്ടായി. ഡോക്ടർ അപ്പുക്കുട്ടൻ ഡോക്ടർ സത്യമായിട്ടും കോട്ടയുണ്ടില്ലേ? എവിടെ സ്ഥലം ഏതാന്ന് പറഞ്ഞില്ല. ദുബായിൽ മഹാദേവൻ അവനെ വെയിറ്റ് ചെയ്യണം. അയ്യേ, ഇതാണെങ്കിലല്ലേ എവിടെ നല്ല പരിചയം. അറ്റ്ലസ് രാമചന്ദ്രൻ വിശ്വസ്ത സ്ഥാപനം. വിശ്വസ്ത, അത് തന്നെ ഞാൻ പറയുന്നത്. വിശ്വസ്ത സ്ഥാപനം. വിശ്വസ്ത புரியலையே. ஸ்பெல்லிங் சொல்லி கொடுங்க. இந்த டங் ட்விஸ்டர்ஸ் எனக்கு புரிய மாட்டேங்குது. നമുക്ക് എസ്കലേറ്റർ വഴി ഇറങ്ങാം. ഇതൊരു ചെറിയ ബാലൻസ് ഒച്ച് സംഭവം இருக்கு. പല്ലെല്ലാം ഉടയി പോയി ഇപ്പൊ. ഫ്രണ്ട് വെക്കുമ്പോ ക്ലീനായിട്ട് കേൾക്കും. ഞാനില്ലേ ഇവിടെ. ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. കുഴപ്പമില്ല. അയ്യോ, സേഫ് ആയിട്ടില്ല. இதெல்லாம் நமக்கு தேவையாப்பா? எடுத்தோனே கிளம்சி. മഹാദേവൻ ദുബായിൽ വലിയ ഉദ്യോഗസ്ഥനാണ് ഇപ്പോ. ദുബായ്. സുലോചന, ഒരേ ഒരു മകൾ മീനാക്ഷി. കുടുംബജീവിതം അത്ര സക്സസ് അല്ല. ഓഹോ. സ്വന്തം ജീവിതം സക്സസ് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വിജയത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറായി ക്ലാസ് എടുക്കാനൊക്കെ ഇദ്ദേഹം പോകാറുണ്ട്. നിങ്ങളെ കണ്ടെത്തുക, നിങ്ങളുടെ മനസ്സിനെ കണ്ടെത്തുക. എല്ലാവർക്കും ഒരേ വീക്ക്നെസ് தான். അപ്പോൾ நிறைய வீக்னஸ் ആണ് ഗ്രൂപ്പ്. അടിക്കാൻ വരുന്നു എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും? ഓടും. ഒരു ആന കുത്താൻ വന്നാലോ? ഓടും. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് കുട്ടാ. அவரே போயிட்டு இவர் ஏன் எஸ்கலேட்டர்ல தப்பிச்சு வர்றதுக்காக வந்துட்டாரா? എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നോ? ശബ്ദം കേട്ടു. എയർ ഇന്ത്യയുടെ ശബ്ദമല്ല, എയറിന്റെ ശബ്ദം. സോറി, ഇറ്റ്സ് ഓക്കെ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. നന്നായിരുന്നു. ഐ ആം എ ഡോക്ടർ. കുറച്ച് വഴി തരൂ. റീയൂണിയൻ. ஞாபகம் நெஞ்சிலே வந்ததே நண்பனே நண்பனே. அதானே கோவிந்தகுட்டி. கோவிந்தகுட்டி இன்னும் வரலையே. மகா, தாமஸ், கோகு, இன்னும் ஒரு ஆள் பாக்கி. அவர்தான் கோவிந்தகுட்டி. கோகோ தான் கோவிந்தகுட்டி. கோவிந்தகுட்டி தாமஸ் பார்த்துட்டு மகாதேவ் பார்த்துட்டோம். இன்னும் ஒரு ஆளு அசோகன். ஆரம்பிச்சாய். ஓ மறுபடியும் அவங்க தாத்தாவ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മളെ തള്ളിയിട്ടിട്ട് ചീത്ത വിളിക്കുന്നു. ബെസ്റ്റ് തുടക്കം. எங்களுக்கு ஒரு கிளாஸ் டீ கொடுங்க. அசோகனா? ஆஹா, பத்தியா இவரதான் சொல்லிட்டு ചാമിങ്ങാ ഇരിക്കാ തലവൻ. തോമസ് കുട്ടിയുടെ പെണ്ണ് കാണൽ ചടങ്ങാണിത്. ഇത്രയും നാൾ ഒറ്റയാനെ പോലെ നടന്ന ഇയാൾ ഇപ്പോൾ കൂട്ടിനായി കണ്ടെത്തിയിരിക്കുന്നതും. ഞാൻ ഇവന്റെ പള്ളി പണ്ട് കൊച്ചച്ഛനായി വന്ന കൊല്ലം ദൈവസന്നിധിയിലേക്ക് പോയി. പിന്നെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വികാരിയച്ഛനായി വന്ന് ചാവെടുത്ത കൊല്ലം. ഇനിയിപ്പോ ആ കുടുംബത്തിന് ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ സ്ഥലം മാറിപ്പോകുന്നതിന് മുമ്പ് കാര്യമൊന്നും ശരിയാക്കണം. അല്ല, അച്ഛനെന്തോ ഈ പറഞ്ഞു വരുന്നേ? എടോ, ഇനി ഇവനൊരു കുടുംബം വേണം. അത്രേ ഉള്ളൂ. അപ്പോ
രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമായ സ്ഥിതിക്ക് എന്താ അടുത്ത പരിപാടി? ഊണ് കഴിച്ചാലോ? ഓ, ഇതൊക്കെ എങ്ങോട്ട് പോകും? അപ്പൊ അങ്ങോട്ട് തീരുമാനിക്കാം. ഈ 10-ാം തീയതി മനസ്സമ്മതം, 20-ാം തീയതി പുണ്യാളന്റെ ദിവസം കല്യാണം. എന്താ? അല്ല, ഈ 20-ാം തീയതി പറയുമ്പോ എത്രാം തീയതി ആയിട്ട് വരുമോ? ஐயோ கிழமைக்கு பதிலா மறுபடியும் தேதியே கேட்கிறது. ഇവരുടെ വിളിക്കോ? മനസ്സിലാണ് ഇപ്പൊ കൂട്ടുകാരൊക്കെ വീണ്ടും ഹരിഹർ ആ സ്കോർപിയോ. എന്നെ ഓർക്കുന്നുണ്ടോ സാറുമാർ? ഗോവിന്ദൻകുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി. ഓ നല്ല ബെസ്റ്റ് ടൈപ്പ്. നിങ്ങളെ പിടിക്കാൻ എയർപോർട്ടിലേക്ക് സാറും കൂടെ വരാനിരുന്നോ? സാർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ജാനു വന്നു. സാറിന് കൂടെ നിന്ന് ജോലി ചെയ്യിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സാർ അവിടെ തന്നെ നിന്നു. ഈ വീട് വൃത്തിയാക്കാൻ വന്ന ജാനുവിന് ഇത് എത്ര വയസ്സ് കാണും? ഒരു 33 കാണും. വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. ஆனா அவங்களுக்கே ஒரு ரீயூனியன் மாதிரி தான் ஆமா. இருந்துக்குள்ள ஷூட்டிங்ல. ஆனா அவங்க ரெகுலரா மூவி பண்ணா நடிப்பாங்கப்பா. ஐயோ மறுபடியுமா? மறுபடியும் പിന്നെ നല്ല സുഖം. ഇങ്ങനെ എഴുന്നേറ്റ് മാറാൻ ஒரு ஆளை விடாம இடிச்சு தட்டுறாரு. എനിക്കൊന്നും പറ്റില്ല. I am all right. ഞാൻ നോക്കി. ഒന്ന് പോടാ. ஐயோ, ரொம்ப முரட்டுத்தனமான லவ்வா இருக்கே இவருது. എത്ര കാലമായിടാ. എവിടെ സുലു മോളൊക്കെ? അവരെ കണ്ണൂര്. അതുകൊണ്ട് കണ്ണൂർ. വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോ മുതൽ വിശേഷങ്ങളാ അല്ലടാ. എയർപോർട്ട് പൊളിച്ചടി. അത് പോട്ടെ, ജാനു എവിടെ? ജാനു? അതെ, ജാനു എവിടെ? சொல்லிட்டியா? വീട് വൃത്തിയാക്കാൻ വന്ന 33 വയസ്സുള്ള ജാനു എവിടെയെന്ന്? അതെ, അവിടെ ഒട്ടും പോരെ. വൃത്തിയാവുന്നില്ല. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്ന തന്നെയല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു വിട്ടു. നമ്മൾ ലേറ്റ് ആയി പോയി. 11:30 മനസ്സമ്മതം. അയ്യോ, സമയത്ത് വാ, പെട്ടെന്ന് കഴിയാവാ. നമ്മളിന്ന് വരുന്ന വിവരം അവനറിയാം. ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലത്. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നത്. അവനെ വിളിച്ച് പറഞ്ഞേക്കാം. മാറ്റമില്ല എന്നോട് ഇത്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ஐயோ നിക്ക്. Clueless. മര്യാദ വേണ്ടേ? കേറാത്. നൈസ് ജോർജ്. ജസീന്ത, ഈ നിൽക്കുന്ന തോമസ് ഫിലിപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം. സമ്മതമാണ്. മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഫുഡ്? വായടക്കാൻ പറയാം. என்ன இவரு ஃபுட்டை பத்தி பேசுறாரு? തോമസ് ഫിലിപ്പ്, ഈ നിൽക്കുന്ന ജസീന്തയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? சம்மதம் சொல்லுங்க பாஸ். സമ്മതമാണോ? അല്ല, സമ്മതമല്ലേ? അല്ല, അതല്ല. അല്ലേ? அடப்பாவி. സമ്മതമാണോ? അല്ലേ? സമ്മതമാണ്. കുഴപ്പമായ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയത്? സമ്മതമല്ല. ரொம்ப എന്താ, ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? അല്ല, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല, പക്ഷെ അവന് സമ്മതമാണ്. ஐயோ இவரை பத்தி கமெண்ட் சொல்லுங்கப்பா. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. സമ്മതമാണ്. அருமப்பா. പിന്നെ വന്ന് மறுபடியும் வந்துட்டான்டா, பின்னாடியே போடுக்கடா. அவர் இதோ ஒன்று ஸ்பாயில் பண்ணிட்டே தான் பாருக்காரு இவரு. தாமசுட்டி வித்தியாசமான கிளாஸ் வைஸா இருக்கு. சாக்கு இதெல்லாம் முடிஞ்சுல. அதே காஸ்ட்யூம் இருக்காரே. അതെ, എന്താ പരിപാടി? അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അതെ, ഇന്ന് 10, 20-ാം തീയതി ഞങ്ങളുടെ കുടുംബങ്ങളെത്തും. കല്യാണം കഴിഞ്ഞ് നിന്നെ നിന്റെ ഭാര്യയും ഫസ്റ്റ് നൈറ്റിന് വിട്ടിട്ട് ഞങ്ങളുടെ Engagement ഫ്ലൈറ്റിന് പോകുന്നു. എന്തോന്ന്? ആ സോറി, ലാസ്റ്റ് ഫ്ലൈറ്റിന് പോകുന്നു അല്ലേ? ஐயோ. അതല്ല, ഇനി എന്താ ഉദ്ദേശം? ശാപ്പാട് കഴിച്ച് വൈകുന്നേരം ഇങ്ങനെ കുട്ടികൾ അന്നിക്കാൻ തുടങ്ങുന്ന മാതിരി ഇതും കഴിച്ചോണ്ട് ഇവിടെ കുത്തി ഇരുന്നാ മതിയോ? ചില അപ്പാപ്പന്മാരെ പോലെ. അല്ല, നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ஒரு ஹேங் ஓவர் சம்பவம் நடக்க போகுது. കഴിയുമ്പോ എല്ലാവരും തന്നെ അങ്ങ് തീരുമാനിക്കും. കിളവന്മാരായിരുന്നു. പിന്നെ പോക്കാം. ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞ് മനസ്സും ചത്ത് ഇരിക്കുന്നുണ്ടല്ലേ? എന്താ നുണയുന്നില്ലേ? നുണയെ വെക്കടാ അവിടെ. பிடிக்கிறது வந்து நுணையுமா? அப்படிதான் போல செவைய கலெக்டர் வராது. അല്ല, കല്യാണം കഴിഞ്ഞാൽ എല്ലാ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ആ വികാരിച്ചിട്ട് സുഖമാണ് നാശം. ഞാൻ തൊഴിയാൻ പോവാം. ഞാൻ ഈ കല്യാണത്തിൽ തൊഴിയാൻ പോവാണ്. പറഞ്ഞാലുണ്ടല്ലോ, ആട്ടിച്ചപ്പോ നിക്ക്. അവൻ പറഞ്ഞതിന് കാര്യമുള്ളൂ. എന്ത് കാര്യം? കല്യാണം ഒഴിയണമെന്നോ? അതല്ല, ഈ കുടുംബവും കുട്ടികളും ഒക്കെ ആയപ്പോ നമ്മളൊക്കെ അങ്ങ് സീരിയസ്. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. നീ എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ പല വിവരക്കേടും പറയും. നമ്മൾ എന്തിനാ വന്നത്? കുറച്ച് ദിവസം പഴയതുപോലെ ഒന്ന് കൂടാ അല്ലേ? എന്നാ ഞാൻ പറയുന്നു, നമ്മൾ കൂടുകയല്ല വേണ്ടത്. കൂടുകയല്ലാണ്ട് പിന്നെ കുറയാനാ. கமெண்ட் தலைவா. എക്സാക്ട്ലി. പറയണം.
വയസ്സ് കുറയണം. 10 ദിവസം കൊണ്ട് നമ്മൾ എന്നാ? 10 വയസ്സ് കുറയണം എന്നുവെച്ചാ എന്ന് വെച്ചാൽ 10 കൊല്ലം നമ്മൾ പുറകോട്ട് നടക്കണം. അതൊക്കെ റിസ്ക് അല്ലേ ഒന്ന് മിണ്ടാതിരിക്കണം. ഇനി ഈ 10 ദിവസം നമ്മൾ മിണ്ടാതിരിക്കണം. Congratulations. ഈ നിമിഷം മുതൽ ഹരിഹർ നഗറിലെ പഴയ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുട്ട് മാറണം. നമ്മൾ അടിച്ചു പൊളിക്കണം. പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷം. പക്ഷെ ഇതൊക്കെ നടക്കുമോ? ഒരു 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട് എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം റോക്കറ്റ് അല്ലേ മഴയാണ് പ്രായം. ശരി, ராக்கெட் கீழே வரும், சேட்டலைட் தான் விளம்பரம். നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷെ പ്രായമല്ല, വർഷങ്ങളുമല്ല, മനസ്സാണ്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല. അതെ ഉദാഹരണത്തിന് നിന്റെ അവൻ മനസ്സ് വെച്ചപ്പോ എന്റെ മനസ്സമ്മതം നടന്നില്ലേ അപ്പുകുട്ടാ പ്ലീസ്. എന്തിനാ പ്ലീസ് വേണമെങ്കിൽ പറഞ്ഞാ പോലെ തലവേദന ഉണ്ടാക്കി കഴിക്കണ്ട നീ പറ, ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? அதே விட்டு போடுறேன் அப்ப அவரு. വലിയ കല്ലറി നശിപ്പിച്ച് அவர் கல்லு தடிக்கிட்டு ഓടും. ഓടുന്നും പറഞ്ഞോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ, ഓടും എന്ന് പറഞ്ഞായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടി. ക്ലാസ് എടുക്കാതെ കാര്യം പറയണം. ഗ്ലാസ് എടുത്ത് ഞാൻ ഒറ്റ അയ്യോ. പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിഞ്ഞോട് നേരിടണം. ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്ന് വിചാരിക്കും. നമ്മൾ അതിനെ നേരിടുമ്പോ നമ്മുടെ പ്രായം കുറയും, ചെറുപ്പോ അതിന് ഇവിടുത്തെ എന്താ പ്രശ്നം? പ്രശ്നമില്ല. പ്രശ്നം നമ്മൾ ഉണ്ടാക്കും. അയ്യോ. റെസ്റ്റോറന്റ്. ஓ வாவ். നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ കഴിച്ച മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും ബില്ല് പേ ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ട് യവനയിലുണ്ട് ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കാം. നിവർത്തിയില്ല, നമ്മൾ ഇവിടെ ഇറങ്ങി ഓടും. എന്ത്? സങ്കല്പിച്ചാ മതി അയ്യോ. ശരിക്കും ഓടണം. ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഓടണം ഇവിടെ ഓടാൻ പറ്റിയ സ്ഥലമല്ല ഓടാൻ ജോഗിങ്ങിന് വരാനാ. ഇവിടെ തന്നെ ഉണ്ട് സാർ ഓക്കെ, ശരി. എന്തിന് ജോഗി ഏയ് അതൊക്കെ വലിയ കുഴപ്പമോ? കുഴപ്പമാവണം. കുഴപ്പമുണ്ടാവുമ്പോ അവിടെ ചെറുപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഇട നിന്റെ ഐഡിയ செருப்பு வயசுலயே பண்ணிருக்கணும் ராஜா, இப்ப பண்ணக்கூடாது. பார்க்கும் பொழுது அதாவது பார்த்த உடனே பைத்தியம் கண்டுபிடிச்சிடலாம். யாருன்னா தாமஸ் குட்டிய மகாதேவ பேச பார்க்க விட்டாதான். അവന്മാർ നമ്മളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. വേറെ இவரு പണം കൊടുക്കാതെ പോയാൽ தென்காசி பட்டணத்துல அந்த ஹீரோயின் மேனேஜர் அவர் பாட்டு பாடுற ஹீரோயினுக்கு എത്രയായി? அவரு யோப்பா. ഓ, 7000 ഉണ്ട്. ബാക്കി താൻ വെച്ചു. ഇനി വന്ന് ഇപ്പൊ ഇത് കൗണ്ടറിൽ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അതെന്താ സാർ ചിലപ്പോ ഓരോ സ്മോളൂടെ ആവശ്യം அவரே வச்சுக்கிட்டாருன்னா അവർ ഓടിച്ച് പിടിക്കും. അതാ പ്രശ്നം ഇപ്പൊ. എഴുതാൻ പോകുന്നു. ഏത് മാനേജ്മെന്റ് പറയാതിരിക്കുന്നു. ഓക്കെ, തുടങ്ങാം. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഡബിൾ ഓക്കെ അയ്യോ, ബില്ലടക്കാൻ ഞാൻ പേഴ്സ് എടുത്തില്ല കേട്ടോ. നീ എടുത്തായിരുന്നു? ഞാൻ എടുത്തില്ല. നീ എടുത്തായിരുന്നു? ഞാനും ഞാനും പൈസ എടുത്തില്ലായിരുന്നു കേട്ടോ. നമുക്ക് നാളെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞാലോ? എന്ത് നിയമമാരില്ല, മണ്ടന്മാരാ നമ്മൾ. ഓ ഓ ഓ റെഡി, 1 2 3. அவ்வளவுதான், இங்கே பிடிச்சிருவானுங்க. அவங்க என்டர்டைன்மெண்ட் தான், அதான் என்டர்டைன்மெண்ட்டுக்காக தான் பண்றாங்க. ஆனா இப்படி பைத்தியம் இருக்குதான்டா. அட்ரினலின் ரஷ்க்காக. அதுக்கு வேற ஏதாவது போய் பண்ணுங்கடா. ஏன்டா அவங்க டென்ஷன் பண்றாங்க? சர்வர் பிடிச்சாரு. பட்டு ஐயோ, அவருக்கு அப்பையில இருந்து டவுசர் உருவி விட்டுறாங்க. സോറി, அது கேர்ள்ஸ் நினைக்கிறேன். ஓ, ரூம் பிரைவேட் ரூம். ഞാനിപ്പോ നല്ല ചെറുപ്പമായി. ഇനി ഓടണം. അവിടെ സേവല്ല അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അവരുടെ പിടിയിലായത് ഞാൻ കുറെ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഇതുപോലെ ഒത്തിരി ആളുകളെ കണ്ടിട്ടുള്ളവരാ ഞാൻ. വൃത്തിയാണ് കാണിക്കുന്നവരാ. ഇവിടുത്തെ വൃത്തിയായിട്ട് ഭക്ഷണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാനേജർ നേരിട്ട് പറഞ്ഞപ്പോ ബോധ്യമായല്ലോ. വിളിക്കണം പോലീസിനെ. പോലീസിനെ പട്ടാളത്തിലേക്ക് വിളിക്കാൻ പറ്റും. എന്ത് പോക്കത്തിനാ കാണിച്ചെന്ന് പറ. പോക്കൃതല്ല, ഓടുന്ന ഞങ്ങളുടെ ഒരു ശീലമാണ്. ജോലി നടത്തുമോ എന്ത് കുന്നം വേണേലും ചെയ്യ്. ആദ്യം ഭക്ഷണം കഴിച്ചതിന്റെ കാശ് വെച്ചിട്ട് മതിയുടെ നിനക്കൊക്കെ അഭ്യാസം. ഇതാണ് കാര്യം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുള്ളറുണ്ടായിരുന്നല്ലോ. ഞങ്ങള് ഭക്ഷണം കഴിച്ച പണം തന്നോ ഇല്ലയോ? പറഞ്ഞു കൊടു, പണം തന്നോന്ന്. இல்லையே. ഇപ്പൊ റെസ്റ്റോറന്റ് വെച്ചു. சோழி பிடிச்சு, அவ்வளவுதான். സാറേ ഞാൻ ഇരിച്ചിട്ട് ഇന്നും ഒരു വിമാനം കണ്ടിട്ടില്ല. 8000 நாமம். പോലീസിനെ தர்மா இஸ் பூமரங்கடா. விட்டா விட்டடிக்கலாம். அதெல்லாம் ஓகே. போன பார்க்ல காசு பல்கா வந்துச்சுல, எங்க அது அதை வச்சுதான் எல்லாம் செட்டில் செட்டில் இருக்காங்க.
എടാ പ്രായം കുറഞ്ഞത് ഓ കുറച്ച് കൂടിപ്പോയി. ട്രാൻസിഷൻ. ആ ഇത്രയും പോരാണ്ടായിരുന്നല്ലേ? ശരിയാ, എന്നാ പിന്നെ വാ. ഓ മൈൻഡ്ഫുൾ. സലീം. സലീമല്ലേ? ആ ഓക്കെ. ജഗദീഷ്. ജഗദീഷ് മാറി இருந்துச்சு. ഹലോ 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 ആരാണ്? കോളിംഗ് ബെൽ അടിക്കുന്നത്. പോയി നോക്കണേ. പോയി നോക്കണ. നിനക്ക് പോയി നോക്കിയാൽ എന്താ? എന്താണ് വന്നേ? നീ ഹാപ്പി അല്ലേടാ കുട്ടാ? പുറത്താരോ മണി അടിച്ചപ്പോ പുറത്താരോ ചവിട്ടി. അത് എന്റെ പുറത്ത് കയറണം. അതാ ഗോപി ചായ കൊണ്ട് വന്നതാ. നീ പോയി തുറക്ക്. ഓക്കേടാ. ஏதோ ட்ராப் மறுபடியும் மாட்ட போறாங்க. അതേ കിളി. കണ്ട ഐശ്വര്യറായ പോലെ. പക്ഷെ ഞാൻ കണ്ടില്ല. മനസ്സിലായി. ഇത്രയും ലുക്ക് വേറെ ആരെ അന്വേഷിച്ചു വരാനാ? അതാരായിരിക്കും? എന്റെ ബലമായ സംശയം നമ്മൾ ഇന്നലെ ക്ലബിൽ വെച്ച് കണ്ടില്ല, ഒരു പഞ്ചാബി പച്ചസാരിക്കാരി. അവളായിരിക്കും. പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അവളുടെ ചത്തുപോയ കിളവൻ താത്താടെ അതേ ഫേസ് കണ്ടാതിനൊക്കെ. ഇത് സൂസൻ. ഇന്നലെ കോഫി ഹൗസ് വെച്ച് പരിചയപ്പെട്ടില്ല. കാർഡ് എടുത്ത് കൊടുത്തു. ഇതിപ്പോ വലിയ ശല്യാവും. ശല്യാവും. ആ കാർഡ് കിട്ടിയ ഉടനെ തന്നെ അവള് ശല്യം എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടതല്ലേ. പക്ഷെ കാർ കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. ശുദ്ധമായി കൊടുക്ക്. കൂട്ടാ എത്ര കമ്പനി? KL7 ഇത് പോച്ചാ KL7 63 ആണ് 77 15 അതാ 12 ആറുമേടാ. 3 ആണ്. എന്തായാലും KL7 ആണോ? അയ്യോ പിടിച്ചു പോச்சு. എഴുന്നേറ്റ് വരണം. இதை ஃபர்ஸ்ட் போயிருக்கேன். ஆ അവളെന്റെ ബർത്ത്ഡേ ആണ് നമുക്ക് വന്നത്. നിന്റെ ബർത്ത്ഡേ നീ വന്നോക്കറിയല്ലോ. ഒരു കട്ടം വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അത്യാവശ്യമായി ഒന്നിന് പോകാൻ. ഈ ഒന്നിന് പോരാ, ഇതെന്താ പബ്ലിക് കക്കൂസാ? എടേ, നിന്റെ വീടിന്റെ കക്കൂസ് നീ വാടക കൊടുക്കുന്നു. ആ കൊച്ചിന് തീരെ സഹിക്കാൻ പറ്റാണ്ടൊക്കെ കയറിയതായിരിക്കും. എന്താ നീ വായിച്ചത്? അത്യാവശ്യമായിട്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ കയറിയതാണെന്ന്. മലയാളം കണ്ണട എടുത്ത് നോക്കണം. പോത്തെ പോത്തെ. ആരായിരിക്കും? കണ്ടിട്ട് പോകാൻ കയറിയതാണ് മായ. അതാര് മായ? മാറ്റി വരില്ലയാ. ഫസ്റ്റിക്കൽ. அதான் സൂസൻ. ഇനി സൂസൻ മായ എന്നാണേ. പണ്ട് നിന്റെ വീട്ടിൽ പണിക്ക് നിന്ന് ഗർഭിണിയായപ്പോ പണി നിർത്തി പോയ. അല്ല കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായപ്പോ പണി നിർത്തി പോയില്ലേ? അത് ഇതേപോലത്തെ ഒരു പേരാണല്ലോ. നാരായണി. ഒരു ഇടി വെച്ച് ആരാ? ഇത് അവളല്ലേ? നമ്മുടെ പഴയ മായ. சேது மாதவனோட தங்கச்சி. മകള് മായ. നമ്മുടെ മായ. നമ്മുടെ മായ. ഇത് അവള് തന്നെ. അവളൊന്ന് ഇവിടെ എന്തിനായിരിക്കും വന്നത്? നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നതാ. മിസ്സായി. ഞാൻ അപ്പഴേ ഇവരോട് പറഞ്ഞത് പെട്ടെന്ന് പോയി വാതിൽ തുറക്കാൻ. നിന്റെ വീടല്ല. അതെടാ എന്റെ വീടാ. വന്ന് വാടകയൊന്നും തരാണ്ട് കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. ഒരുത്തന്റെ ഓശാനത്തിൽ താമസിക്കണ്ട. ഹോട്ടലിലേക്ക് വരാം. ആ ചെല്ല്. കൊടുത്താ മതി. ഒരു പെണ്ണ് വലതുകാലി വെച്ച് വന്ന് കേറി അപ്പോഴേക്കും തുടങ്ങി വഴക്കം വെക്കാണോ? ഫ്രണ്ട്സ് ആണ് ഒരു ഫ്രണ്ട്സ്. ധൈര്യം ഉണ്ടെങ്കിൽ വേണം. വന്ന നീന്തി நடனிமா നോക്കി. ഓർക്കിഡ് ഫ്ലവേഴ്സ് ഫോട്ടോ அங்க போய் கேட்டா தெரிஞ்சிடும். பில்லுல ஏதாச்சும் இருக்கும்ல. ആരാണെന്നറിയില്ല. ആ കുട്ടി ഒറ്റക്കാ വന്നത്. ഒറ്റയ്ക്ക് വന്ന ആ കുട്ടിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അയ്യോ ഒറ്റയ്ക്ക് വന്ന ആ കുട്ടി തനിച്ചാണോ വന്നതെന്ന്? ഒന്ന് പോടാത്ത. ഇനിയിപ്പോ എവിടെ പോയി തിരക്കാനാ? അവനെ ആ കുട്ടി വേറെ ഓർഡർ നടന്നുണ്ട്. വൈകിട്ട് 4 മണിയോടെ വരുന്ന പറഞ്ഞിരിക്കുന്നത്. കൊച്ചി ഇതൊക്കെ പറഞ്ഞു. റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഷാർപ്പ് 4 മണിക്ക് തന്നെ അവരെത്തുന്നു. അത് അവരോട് ചോദിച്ചു. അവരെവിടെ കാണും? അയ്യോ ஒரு இது பியூர் பிரெயின் ராட்டா இருக்கு இந்த படத்துல. ഒരു കുട്ടൻ. ഹായ് ജെസി. എന്തിനായിരിക്കും മായ ഇപ്പൊ വന്നിരിക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. എന്തായാലും നമ്മളെ സഹായിക്കണം. ഇനി ശാരീരികമാണെങ്കിൽ പോലും. ശാരീരികമല്ലടാ, സാമ്പത്തികം. വന്നോ? ധൈര്യമായിട്ട് വന്നു. മതിയടാ സൊല്ലിയത്. ചുമ്മാ ഇവിടെ പറഞ്ഞ ഇതൊക്കെ നുളയിലെ പുള്ളി കളയണം. കല്യാണം വേണ്ട, ഒഴിയാൻ പോവാണ്. എന്തൊക്കെ ജാടകളായിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ ഫോൺ തന്നെ ഫോൺ. ഈ அதே கார். நம்ம கால் கட் பண்ணல. കാശ് തന്നില്ല. തരാടെ ഒരു അത്യാവശ്യ കാര്യം. കാശ് തന്നിട്ട് പോയാൽ മതി. നാളേക്കാണ്. നോക്കി കൊടുത്തേ. ഇതിപ്പോ കൊടുത്തേ. അതാ 100 രൂപ. ബാക്കി നീ എടുത്തോ. അതല്ല, ബാക്കി 50 രൂപ ഇങ്ങോട്ട് വരും. ഇതെനിക്ക് ചുവങ്ങലാണ്. അതുകൂടെ നീ കണ്ട നീ എന്താ ചെയ്യുന്നത്? இது வேற கார் நினைக்கிறேன். இல்ல அதே காரா? അയ്യോ
ഞങ്ങളല്ല പിന്നെ ഇവൻ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ എങ്ങനെ അറിഞ്ഞതാ കാറിന്റെ മഞ്ഞ കളറായിട്ട് കാക്കയാണെന്ന് എഴുതി കല്ലെടുത്ത് എറിഞ്ഞതാ. மஞ்ச கலர்ல காக்காமா எந்த ஊர்லப்பா மஞ்ச கலர் காக்கா இருக்கு? അല്ല ഞങ്ങളെ കാണാതെ മിസ്സാവുമെന്ന് പേടിച്ച് ചെയ്തു പോയതാ. ആക്കടാ ബുദ്ധിയില്ലാത്തത് നിനക്ക്. മാഡത്തിന്റെ പേര് മായ വിളിക്ക്, മായ വരട്ടെ എന്നിട്ട് കണ്ട തിരിച്ചറിയാനുള്ള സെൻസ് എങ്കിലും പോലീസിനുണ്ടാവും. எனக்கு என்னமோ ஆள் மாறிச்சுன்னு நினைக்கிறேன். മൂക്കിലെന്താ ഈച്ച പോയാ? ஈச்ச போயாவா? லக்ஷ்மிரா. ஓகே, பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். பாய் பாய்.